കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പാണ്ടിക്കാട് കുറ്റിപ്പുളി സ്വദേശി അബ്ദുവിന്റെ വീട്ടിൽ 5-അംഗ സംഘം അതിക്രമിച്ചു കയറി മോഷണം നടത്തിയത്. പർദ്ദ ധരിച്ചെത്തിയ സംഘം മതിൽ ചാടിക്കടന്ന വീട്ടുകാരെ ആയുധം ഉൾപ്പെടെ ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചാണ് കവർച്ച നടത്തിയത്. അബ്ദു, ഭാര്യ, ഇവരുടെ 2 പെൺമക്കൾ, ഇവരുടെ കുട്ടികൾ എന്നിവരാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. വീട് മുഴുവൻ പരിശോധന നടത്തിയ സംഘം എതിർക്കാൻ ശ്രമിച്ച വീട്ടുകാരെ ആയുധം ഉൾപ്പെടെ ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ കോഴിക്കോട് ബേപ്പൂർ സ്വദേശി KV അനീഷ്, പന്തീരങ്കാവ് സ്വദേശി കൊല്ലാക്കത്ത വീട്ടിൽ നിജാസ്, കല്ലായി സ്വദേശി അബ്ദുൾ റാഷിഖ്, മാറാട് സ്വദേശി മുഹമ്മദ് ഷഫീർ, കൊയിലാണ്ടി കുറുവങ്ങാട് സ്വദേശി മുഹമ്മദ് ആരിഫ്, കോഴിക്കോട് പൊക്കുന്ന് സ്വദേശി അബ്ദുൾ റൌഫ്, മഞ്ചേരി പുല്ലാറ സ്വദേശി ഉമ്മർ, കൊണ്ടോട്ടി സ്വദേശി സവാദ്, മമ്പാട് സ്വദേശി മുഹമ്മദ് ഷിഹാൻ, ഓടായിക്കൽ സ്വദേശി അഫിൻ എന്നിവരാണ് പിടിയിലായത്. ഇതിൽ അഫിൽ ഒഴികെയുള്ള പ്രതികളുമായാണ് ഡിവൈഎസ്പി പ്രേംജിത്ത്, പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി തെളിവെടുത്തത്. വീട്ടിൽ 10 കോടി രൂപ ഉണ്ടെന്ന ധാരണയിലാണ് വീട് ആക്രമിച്ചതെന്നും ആക്രമണം നടത്തിയ രീതിയും പ്രതികൾ പോലീസിനോട് വിവരിച്ചു. പാണ്ടിക്കാട്, മങ്കട, മേലാറ്റൂർ സ്റ്റേഷനുകളിലെ പോലീസുകാരും തെളിവെടുപ്പിനെത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കേരള വിഷൻ, വണ്ടൂർ.